നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരൊറ്റ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിലോ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അവിടെ പല ബ്രാൻഡിലും പല പ്രൈസ് റേഞ്ചിലും നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഏതാ എടുക്കേണ്ടത് കൺഫ്യൂസ്ഡ് ആകുകയും എടുത്താൽ തന്നെ മറ്റേ ബ്രാൻഡ് അല്ലെങ്കിൽ മറ്റേ പ്രൈസ് റേഞ്ചിന്റെ എടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ എടുത്ത പ്രൊഡക്റ്റിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു ഫീൽ ഉണ്ടായിട്ടില്ലേ? ഇതിനെയാണ് പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. 2000 സൈക്കോളജിസ്റ്റ് ബാരി സ്ക്വാഡ്സ് ഒരു ഷോപ്പിൽ 2 എക്സ്പെരിമെന്റ് നടത്തി. ആദ്യത്തെ എക്സ്പെരിമെന്റിൽ 24 വെറൈറ്റീസ് ഓഫ് ജാംസ് ഫ്രീ ടെസ്റ്റിനും പിന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസിലും വെച്ച്. രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ 6 വെറൈറ്റീസ് ഓഫ് ജാംസ് മാത്രമേ ഫ്രീ ടെസ്റ്റിനും പിന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസിനും വെച്ചിട്ടുള്ളൂ. ആദ്യത്തെ എക്സ്പെരിമെന്റിൽ 60% ആൾക്കാരെ അട്രാക്ട് ചെയ്തപ്പോൾ ആകെ 3% ആൾക്കാരെ വാങ്ങിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ 40% ആൾക്കാരെ അട്രാക്ട് ചെയ്തപ്പോൾ 30% ആൾക്കാർ ജാം പർച്ചേസ് ചെയ്തിരുന്നു. അതായത് ആദ്യത്തെ എക്സ്പെരിമെന്റിലാണ് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്തത്, ബട്ട് രണ്ടാമത്തെ എക്സ്പെരിമെന്റിലാണ് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്തത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് പിക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടായി. അതുപോലെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായപ്പോൾ മറ്റേ പ്രൊഡക്റ്റ് ആയിട്ട് കമ്പാരിസൺ നടത്തിയിട്ട് ഒരു ഡിസിഷനിലെത്താൻ സാധിക്കാതെയായി അവർ. അതേ സ്ഥാനത്ത് രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ ഓപ്ഷൻസ് കുറഞ്ഞപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കമ്പാരിസൺ നടത്താൻ കഴിഞ്ഞു മറ്റേ പ്രൊഡക്റ്റ് ആയിട്ട്, ആൻഡ് അവർക്ക് പെട്ടെന്ന് ഡിസിഷനും എടുക്കാനും സാധിച്ചു. ഇത് പ്രൊഡക്റ്റിന്റെ കേസിൽ മാത്രമല്ല സംഭവിക്കുന്നത്, നമ്മളെ ലൈഫിന്റെ പല സിറ്റുവേഷനിലും ഇത് സംഭവിക്കുന്നുണ്ട്, ലൈക്ക് കരിയർ, മാരേജ് എക്സെട്ര. ഇതിന്റെ സൊല്യൂഷൻ സൈക്കോളജിസ്റ്റ് ബാരി സ്ക്വാഡ്സ് അദ്ദേഹത്തിന്റെ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന ബുക്കിൽ പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾക്ക് എന്താണ് ഇനഫ് എന്ന് മനസ്സിലാക്കുക. ലൈക്ക് നിങ്ങൾക്കൊരു ഫോണ് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കുക, പിന്നെ നിങ്ങളുടെ പർപ്പസ് നോക്കുക. ലൈക്ക് ക്യാമറ ആണെങ്കിൽ അതിൻ്റെ ആ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് നോക്കുക. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 കണക്കിന് ഫോൺ വെച്ചിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ലൈക്ക് 1 or 2 ഫോൺസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ചോയ്സ് കുറയുമ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം ചൂസ് ചെയ്യാൻ എളുപ്പമാകുന്നത്. അപ്പോൾ ലിമിറ്റ് യുവർ ചോയ്സസ്.